ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കുറച്ച് വളർന്നു വന്നതിന് ശേഷം ചുരുണ്ട് വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഫ്രണ്ട് ഹെയർ ലൈനിന്റെ അവിടെയൊക്കെ പ്ലാന്റ് ചെയ്ത ഹെയർ ഒരു 2-3 ഇഞ്ച് വളർന്നതിന് ശേഷം പിന്നീട് വളരുന്നത് ചുരുണ്ടിട്ടാണ്. പല ആളുകൾക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് ഭാവിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് തീർത്തും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ക്ലിനിക്കിന്റെ പോരായ്മയാണ്, അല്ലെങ്കിൽ ഏത് ഡോക്ടറാണോ നമുക്ക് സർജറി ചെയ്ത് ആ ഡോക്ടറുടെ പോരായ്മയാണ്. പ്രോപ്പറായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ നിങ്ങളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഹെയർ ഊരി പോരാനോ അല്ലെങ്കിൽ പൊട്ടി പോരാനോ ചാൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എങ്കിൽ അത് തീർത്തും മണ്ടത്തരാണ്. ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പുറകുവശത്ത് മുടി എടുത്തിട്ടാണല്ലോ ഈ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കുന്നത്. തലയുടെ പുറകുവശത്തെ മുടിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും അതെല്ലാം ഈ വെച്ച് പിടിപ്പിച്ച മുടിക്ക് സംഭവിക്കും. ഈ തലയുടെ പുറകുവശത്തെ മുടിയും ഒരു 2-3 ഇഞ്ച് വളർന്നു കഴിഞ്ഞാൽ ചുരുട്ടായിരിക്കും വളരുന്നത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ എപ്പോഴും അത് കട്ട് ചെയ്തിട്ടല്ലേ കൊണ്ടു കൊടുക്കാറ്. അതുകൊണ്ടാണ്. ഡോണർ ഏരിയയിലെ ഹെയർ ഒന്ന് വളർത്തി നോക്കും, അതും ഇതേപോലെ ചുരുണ്ടിട്ടായിരിക്കും വളരുന്നത്. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ 11 വർഷമാകാൻ പോവാണ്. ഞാൻ എപ്പോഴും എന്റെ ഹെയർ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ടാണ് കൊണ്ടുകൊടുക്കാറ്. ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ മുടി കട്ട് ചെയ്യും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.